നമസ്കാരം, ഞാൻ ഡോക്ടർ ടെനി. ഹെലിക്കോബാക്ടർ പൈലോറി അല്ലെങ്കിൽ എച്ച് പൈലോറി എന്ന ബാക്ടീരിയയെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ പോപ്പുലേഷനിൽ 50% ആൾക്കാരിലും എച്ച് പൈലോറിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിക്കും ഇത് തുടക്കത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കാൻ സാധ്യതയില്ല. പിന്നീട് അത് നമ്മുടെ പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്, അട്രോപ്പിക് ഗ്യാസ്ട്രൈറ്റിസ് അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീണ്ടും ഇത് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതിരുന്നാൽ കുറച്ചുകൂടെ നമുക്ക് ഏജ് ആവുമ്പം ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ എച്ച് പൈലോറിയുടെ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചികിത്സയുടെ അഭാവം മൂലം അത് തുടരുകയും വീണ്ടും നമുക്ക് രോഗമുണ്ടാവുകയും സിംറ്റംസ് കാണിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. എച്ച് പൈലോറി ഉണ്ടെങ്കിൽ കോമൺ ആയിട്ട് കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നെഞ്ചരിച്ചിൽ, പുളിച്ചു തകട്ടൽ, ഛർദി, പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ വയറുവേദന, ഡയറിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വെയിറ്റ് ലോസ് അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സിംറ്റംസ് കാണിച്ചിട്ട് നമ്മൾ ചികിത്സയൊന്നും എടുക്കാതെ ഈ സിംറ്റംസ് തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ അൾസർ അല്ലെങ്കിൽ മുറിവുകൾ രൂപപ്പെടുകയും അതുമൂലം നമ്മൾക്ക് നമ്മുടെ സ്റ്റൂളിൽ ബ്ലഡ് കാണുകയും സ്റ്റൂള് കുറച്ച് ബ്ലാക്ക് കളറിലൊക്കെ കാണുകയും പിന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവുകയും അതികഠിനമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. എച്ച് പൈലോറിയുടെ സാന്നിധ്യം ഡിയോഡിനൽ ലൈനിങ് അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിന്റെ ആവരണത്തെയൊക്കെ സാരമായിട്ട് ബാധിക്കും. നമ്മൾക്കറിയാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും ആ ഒരു അസിഡിക് നേച്ചർ ആയിട്ട് പോലും ഈ എച്ച് പൈലോറി ബാക്ടീരിയ അവിടെ സുഗമമായിട്ട് വളരും. അതിന്റെ കാരണം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിയസ് എന്ന എൻസൈമാണ്. എച്ച് പൈലോറി ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാസവസ്തുവാണ് അമോണിയ എന്ന് പറയുന്നത്. അത് നമ്മുടെ ആമാശയ കോശങ്ങളെയൊക്കെ നശിപ്പിക്കും. പിന്നെ കോശങ്ങളെയൊക്കെ കൂടുതൽ നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ പ്രോട്ടിയസ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ആമാശയത്തിലെ കോശങ്ങളെയൊക്കെ നശിപ്പിക്കും. തുടർന്ന് ചികിത്സ ലഭിക്കാത്തത് മൂലം ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ ക്യാൻസർ എന്ന് ഞാൻ പറഞ്ഞത് എച്ച് പൈലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഉടനെ ക്യാൻസർ എന്നുള്ളതല്ല. ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ നമ്മൾ കുറച്ച് നാൾ ഇത് കൊണ്ടുപോകുക അല്ലെങ്കിൽ കുറച്ച് ഏജ് ഒക്കെ ആവുമ്പോൾ ഇതിന്റെ സിംറ്റംസ് ഒക്കെ കൂടി വന്നിട്ട് ലാസ്റ്റിൽ ക്യാൻസർ ആയിട്ട് മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എച്ച് പൈലോറി ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ വളരെ പേടിക്കുകയൊന്നും വേണ്ട. അത് ട്രീറ്റ്മെന്റ് ചെയ്താൽ വളരെയധികം ക്യൂർ ചെയ്യുന്നൊരു ബാക്ടീരിയയാണ്. നമുക്ക് നീക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ്. ഇനി ഇത് പകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എച്ച് പൈലോറി ഉള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ നമ്മൾ കുടിക്കുക. പിന്നെ ഓറൽ ടു ഓറൽ, അതെന്ന് വെച്ചാൽ മൗത്ത് ടു മൗത്ത് കോണ്ടാക്ട് വരികയാണെങ്കിൽ മലമൂത്ര വിസർജനം വഴി പിന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള വൃത്തിയില്ലായ്മയൊക്കെ കാരണം നമുക്കിത് പകരാൻ സാധ്യതയുണ്ട്. എച്ച് പൈലോറി ബാക്ടീരിയ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പല ടെസ്റ്റുകളുണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്